ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്തും സച്ചിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു വിധവും തത്വവും ഫലിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് മഹിമയും മധുസൂദനും ആകെ ടെൻഷൻ ആവട്ടെ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാമ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വർഷയെ കണ്ടു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ റൂമിലേക്ക് പോയിട്ടുണ്ടെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം രേവതിയോടായിട്ട് വർഷയെ കൂട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമയാണ് റൂമിലേക്ക് വിടുന്നത്. രേവതി റൂമിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ഒന്നും വർഷയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം തിരികെ പോരാൻ ഒരുങ്ങുന്ന സമയത്താണ് വർഷയുടെ പൂമാലയിലായിട്ട് നെക്ലേസ് ഇറക്കി കാണുന്നത്. ആ ഒരു നെക്ലേസ് വിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ റൂം ആയതുകൊണ്ട് തന്നെ മധുസൂദൻ അങ്ങോട്ട് കയറി വരുന്നത്. പെട്ടെന്ന് തന്നെ രേവതിയെ കാണുമ്പോൾ തന്നെ മധുസൂദൻ നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ പൂമാലയിലായിട്ട് നെക്ലേസ് ഉണ്ടെങ്കിൽ അത് ഊരി മാറ്റി വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാനാണെന്ന് പറയുന്ന സമയത്ത് താനും മഹിമ ഇത്രയേറെ ശ്രമിച്ചിട്ട് സച്ചിയെ ദേഷ്യപ്പെടുത്താനായാലും അപ്പൊ തന്റെ കയ്യിൽ കിട്ടിയ ഒരു ഉഗ്രൻ പ്ലാൻ തന്നെ നമ്മുടെ മധുസൂദൻ ആ സമയത്ത് ചെയ്യണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രേവതിയെ കള്ളിയാക്കാൻ ശ്രമിക്കേണ്ടത് മനഃപൂർവ്വം വർഷയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന രീതിക്ക് നമ്മുടെ മധുസൂദനും വരുത്തി തീർക്കുകയാണ്. അപ്പൊ മധുസൂദന്റെ ഒച്ചപ്പാടും ബഹളം കേട്ടുകൊണ്ട് തന്നെ മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹിമ വരുന്ന സമയത്ത് മധുസൂദനം പറയുന്നുണ്ട്, ഇവൾ നമ്മുടെ മോളുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു, ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മധുസൂദന്റെ സംസാരവും ഭാവം കാണുമ്പോൾ തന്നെ മഹിമയ്ക്ക് മനസ്സിലാവാണ് ഇത് മധുസൂദന്റെ തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ മധുസൂദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മഹിമ നേരത്തെ സംസാരിക്കുകയാണ്. അതായത് രേവതി കള്ളിയാണ്, രേവതി മോഷ്ടിച്ച പണവുമായിട്ടാണ് ഇത്ര നാളും ജീവിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി രേവതിയും വീട്ടുകാരെയും എല്ലാം തന്നെ അപമാനിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി സങ്കടക്കാരാവതിനെ പുറത്തേക്ക് ഓടി ചെല്ലുകയും സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയും രവിയും കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് രേവതി റൂമിലുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന മധുസൂദനും മഹിമയും പറയുകയാണ്, ഇവൾ പറയുന്ന കള്ളക്കഥകൾ വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ടാവുകയില്ല, ഇവൾ മനഃപൂർവ്വം തന്നെ എൻ്റെ മകളുടെ മാല മോഷ്ടിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവളല്ല എന്ന് നമ്മുടെ സച്ചിയും രവിയും മാറി മാറി പറയുന്നുണ്ട് കേട്ടോ. മധുസൂദനും മഹിമയും മനഃപൂർവ്വം തന്നെ രേവതിയെ കള്ളിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ക്ഷമ വിട്ട് തന്നെ നമ്മുടെ സച്ചി രണ്ടെണ്ണം മധുസൂദനായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അടി ഒരിക്കലും നമ്മുടെ മധുസൂദനും മഹിമയെ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് മധുസൂദനെ സച്ചി തല്ലുന്ന ആ ഒരു സമയത്ത്, അതിന് മുന്നേ ഉണ്ടായത് എന്താന്ന് വർഷ കാണുന്നില്ല, മധുസൂദനെ തല്ലുന്ന മാത്രമാണ് നമ്മുടെ വർഷ കാണുന്നത്. പെട്ടെന്ന് തന്നെ മഹിമ മനഃപൂർവ്വം തന്നെ സച്ചി പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു, മനഃപൂർവ്വം തന്നെ എൻ്റെ അച്ഛനെ സച്ചി തല്ലുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വർഷ ആ ഒരു സമയത്ത് അതെല്ലാം വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട്, എന്തായാലും ശ്രീകാന്തിൻ്റെ ആയിട്ട് താമസിക്കുന്ന വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുകയില്ല, ഞാൻ മുതൽ എൻ്റെ വീട്ടിൽ നിന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി പോവാണ്. അങ്ങനെ രണ്ട് തല്ല് കിട്ടിയാലും നമ്മുടെ മധുസൂദനും മഹിമയും ആഗ്രഹിച്ച രീതിയിൽ തന്നെ വർഷ തൻ്റെ വീട്ടിൽ നിൽക്കുകയാണെന്നുള്ള സന്തോഷത്തിലാണ് മഹിമയും മധുസൂദനും ഉള്ളത്. ഈ ഒരു സമയത്ത് രവി ശ്രീകാന്തിനായിട്ട് പറയുകയാണ്, എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായുള്ളൂ, ഇനി കുറച്ചേറെ പിണക്കങ്ങളൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി, നീ എന്തായാലും ഇവിടെ നിന്നോളാനായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ രവി സച്ചിയെ കൂട്ടിക്കൊണ്ട് തിരികെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ മധുസൂദന്റെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ശ്രീകാന്ത് അവിടെ നിൽക്കുന്നില്ല. ശ്രീകാന്ത് വർഷയോടായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ വീട്ടിലേക്ക് പോയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ തൻ്റെ ഭാഷയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നുണ്ട്. വഴക്കിട്ട് പോകുന്നത് തൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. പിന്നീട് ശ്രീകാന്ത് അവിടെയാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് വീട്ടിലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ് രവിയും അതുപോലെ ചന്ദ്രയും ഉള്ളത്. അതിൻ്റെ ദേഷ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചന്ദ്ര രേവതിയോടായിട്ട് തീർക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു മാനസിക ബുദ്ധിമുട്ട് നമ്മുടെ രവി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം കാണണമെന്നാണെങ്കിൽ വർഷ സത്യാവസ്ഥ അറിയണം, വർഷ ഇങ്ങോട്ടേക്ക് വരണം, വർഷ വന്നാൽ മാത്രമേ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വരികയുള്ളൂ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി വർഷയെ നേരിൽ കണ്ടിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ. ഇത് കേൾക്കുന്ന സമയത്ത് ആദ്യമൊക്കെ വർഷ വിശ്വസിക്കാൻ തയ്യാറൊന്നുമില്ല. കാരണം സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ രേവതി മനഃപൂർവ്വം തൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കാവുന്ന രീതിക്കൊക്കെ വർഷ പറയുന്നുണ്ട്. എന്നാൽ ഉണ്ടായ സത്യങ്ങളെല്ലാം തന്നെ രേവതി നിറകണ്ണുകളോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വർഷയ്ക്ക് എല്ലാ കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി മുഖേനയാണ് വർഷ എല്ലാ സത്യങ്ങളും അറിയുന്നത്. ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.